പ്രിയമുള്ളവരെ, അപക്വത കൊണ്ട് തൻ്റെ രാഷ്ട്രീയ ഭാവി നശിപ്പിച്ച കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതാവ് എന്നെനിക്ക് തോന്നിയിട്ടുള്ളത് കെ മുരളീധരനെ കുറിച്ചാണ്. കാരണം അദ്ദേഹത്തിന് കഴിവുണ്ട്. രാഷ്ട്രീയ ചാണക്യൻ കെ കരുണാകരൻ്റെ മകനാണ്. അദ്ദേഹം കെ പി സി സി പ്രസിഡന്റ് ആയിരുന്ന സമയത്താണ് ഒരുപക്ഷെ കേരളത്തിലെ കോൺഗ്രസ് ഏറ്റവും നല്ല കെ പി സി സി പ്രസിഡന്റ് എന്നെ ദർശിച്ചത്. അദ്ദേഹത്തിൻ്റെ ശ്രമഫലമാണ് കെ പി സി സിക്ക് ആസ്ഥാനമുണ്ടായത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ ജയ്ഹിന്ദ് ടി വിയുടെയും മരിച്ചുകിടന്ന ഈ വീക്ഷണം പത്രത്തിൻ്റെയൊക്കെ പുനർജീവനത്തിന് പിന്നിൽ കെ മുരളീധരനാണ്. അതിലൊന്നും സംശയമില്ല. വളരെ ശക്തനായ, അന്ന് ഞാൻ കെ പി സി സി പ്രസിഡന്റായിരുന്ന കെ മുരളീധരൻ്റെ പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്. വളരെ സരസമായി എതിരാളികളെ ആക്രമിക്കുന്ന, വളരെ കൃത്യമായിട്ട് കെ പി സി സിയുടെ ഭരണനിർവഹണം നടത്തുന്ന, കെ പി സി സിക്ക് സ്ഥാപനങ്ങളും പത്രങ്ങളും ടി വി ചാനലുമൊക്കെ ഉണ്ടാക്കിയ ഒരു കെ പി സി സി പ്രസിഡന്റായിരുന്നു കെ മുരളീധരൻ എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ചില അപക്വമായ നടപടികൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി ദീർഘകാലത്തേക്ക് ഇല്ലാതാക്കിയെന്നതാണ് വാസ്തവം. അല്ലെങ്കിൽ ഇപ്പോൾ കെ സി വേണുഗോപാലോ വി ഡി സതീശനോ രമേശ് ചെന്നിത്തലയുടെ ഒന്നും പേര് ഉയർന്നു വരില്ലായിരുന്നു. കെ മുരളീധരൻ തന്നെയായിരുന്നു നേതൃസ്ഥാനത്ത്. ഒരുപക്ഷെ ഇപ്പോൾ മുഖ്യമന്ത്രിയായി പോലും ഇരിക്കേണ്ട ഒരാളാണ് കെ മുരളീധരൻ എന്ന കാര്യത്തിൽ സംശയമില്ല. ഒരുപക്ഷെ 2011 ഉമ്മൻചാണ്ടിക്ക് പകരം പോലും മുഖ്യമന്ത്രി ആയിരിക്കേണ്ട ആളാണ് കെ മുരളീധരൻ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ചില അപക്വമായ നടപടികൾ അദ്ദേഹത്തെ പിന്നോട്ടടിച്ചു എന്നതാണ് യാഥാർത്ഥ്യം. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, കെ പി സി സി പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ അദ്ദേഹം ആ സ്ഥാനം രാജിവെച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിൽ വൈദ്യുത മന്ത്രിയായി. പക്ഷേ ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പരാജയപ്പെട്ടു. ഒരുപക്ഷെ സംസ്ഥാനത്ത് ആദ്യമായി ഒരു മന്ത്രി ഉപതെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുന്നു എന്ന ഒരു ബാഡ് ഇമേജ് കൂടി അദ്ദേഹത്തിന് വഹിക്കേണ്ടി വന്നു എന്നതാണ് കാര്യം. പിന്നെ അദ്ദേഹം പാർട്ടി വിട്ടുപോയി DIC രൂപവത്കരിച്ചു. കെ പി സി സി പ്രസിഡന്റ് ആയിരിക്കെ അത് രാജിവെച്ച് മന്ത്രിയായി. പിന്നീട് പരാജയപ്പെട്ടു. കോൺഗ്രസുമായി ഉടക്കിപ്പിരിഞ്ഞ് അദ്ദേഹം DIC-K ഉണ്ടാക്കി. പിന്നീട് ആ DIC-K തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയായി ചേർന്ന് മത്സരിക്കുന്നു. കൃത്യം 5-6 മാസം കഴിഞ്ഞ് നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇടതുമുന്നണിയിൽ അവർക്ക് അഭയം കിട്ടുന്നില്ല. VS അച്യുതാനന്ദൻ എതിർക്കുന്നു. പിന്നീട് UDF വരുന്നു. UDF 19 സീറ്റിൽ മത്സരിക്കുന്നു. 18 സീറ്റിലും പരാജയപ്പെടുന്നു. വടക്കാഞ്ചേരിയിൽ കെ മുരളീധരൻ പരാജയപ്പെടുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കുട്ടനാട് തോമസ് കെ തോമസ് മാത്രമാണ് വിജയിക്കുന്നത്. സമ്പൂർണ്ണമായി DIC-K പരാജയപ്പെടുന്നു. പിന്നീട് അവർ NCP ലയിക്കുന്നു. വയനാട് നിന്ന് കെ മുരളീധരൻ മത്സരിക്കുന്നു. അങ്ങനെ രാഷ്ട്രീയത്തിൽ ഒരു ഭിക്ഷാന്തേഹിയായി അദ്ദേഹത്തിന് അലയേണ്ടി വന്നു എന്നതാണ് യാഥാർത്ഥ്യം. അദ്ദേഹം DIC-K വിട്ടുപോകാതെ കോൺഗ്രസിൽ നിന്നിരുന്നുവെങ്കിൽ, ഒരുപക്ഷെ അന്ന് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം പോയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം 2011 മുഖ്യമന്ത്രിയാകുമായിരുന്നു. ഇന്നും വി ഡി സതീശൻ്റെയോ കെ സി വേണുഗോപാലിൻ്റെയോ രമേശ് ചെന്നിത്തലയുടെയോ ഒന്നും പേര് നേതൃസ്ഥാനത്തേക്ക് വരില്ലായിരുന്നു. കാരണം കെ കരുണാകരന് ശേഷം ഐ ഗ്രൂപ്പിൻ്റെ ശക്തനായ നേതാവായി അദ്ദേഹം വരുമായിരുന്നു. അദ്ദേഹം DIC-K പോയതോടുകൂടി ഐ ഗ്രൂപ്പിൻ്റെ നേതൃത്വം രമേശ് ചെന്നിത്തലയിലേക്ക് വന്നു ചേർന്നു എന്നതാണ് യാഥാർത്ഥ്യം. പിന്നീട് അദ്ദേഹത്തിന് പാർട്ടിയുടെ ₹1 മെമ്പർഷിപ്പിന് വേണ്ടി പോലും യാചിക്കേണ്ടി വന്നു. ദീർഘകാലം അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിൽ ഒന്നുമല്ലാതാകേണ്ടി വന്നു, നിൽക്കേണ്ടി വന്നു. 2011 പിന്നെ അദ്ദേഹത്തിന് വട്ടിയൂർക്കാവിൽ പരിഗണിക്കുന്നത്. എന്നിട്ട് പോലും അദ്ദേഹത്തിന് അന്ന് മന്ത്രിയാകുവാൻ കഴിഞ്ഞില്ല. തന്നേക്കാൾ ജൂനിയറായ, കരുണാകരൻ്റെ വീട്ടിലേക്ക് നിത്യസന്ദർശകനായിരുന്ന VS ശിവകുമാറൊക്കെ മന്ത്രിയാകുന്ന സമയത്ത് വെറും MLA അദ്ദേഹത്തിന് ഒതുങ്ങേണ്ടി വന്നു. പിന്നീട് പാർട്ടി പറയുന്ന സ്ഥലങ്ങളിലൊക്കെ മത്സരിക്കേണ്ടി വന്നു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഓടി നടന്ന് മത്സരിക്കേണ്ടി വന്നു. നേമത്ത് മത്സരിച്ചു. അങ്ങനെയൊക്കെ അദ്ദേഹത്തിന് രാഷ്ട്രീയമായി ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചു. പിന്നീട് അദ്ദേഹത്തിന് മന്ത്രിയാകാൻ 2026 ഈ സമയം വരെ കാത്തിരിക്കേണ്ടി വന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ വി ഡി സതീശൻ്റെ മന്ത്രിസഭയിൽ അദ്ദേഹം ആരോഗ്യവകുപ്പ് മന്ത്രിയാണ്. ഒരുപക്ഷെ വളരെ പക്വമായ നടപടികളുമായി അദ്ദേഹം കോൺഗ്രസിൽ നിന്നിരുന്നുവെങ്കിൽ ഇന്ന് ഒരുപക്ഷെ മികച്ച മുഖ്യമന്ത്രിയായി അദ്ദേഹം കേരളത്തിൽ ഭരിച്ചേനെ എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഭരണനിർവഹണ പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ നിന്ന് വരുന്ന ആളാണ്. കൃത്യമായി അദ്ദേഹത്തിൻ്റെ ഒരു കാര്യനിർവഹണവുമൊക്കെ കെ പി സി സി പ്രസിഡന്റ് ആയിരുന്നപ്പോൾ നമ്മൾ കണ്ടതുമാണ്. പക്ഷേ എന്തുകൊണ്ടോ അദ്ദേഹത്തിൻ്റെ അനുചിതമായ ചില തീരുമാനങ്ങൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി പിറകോട്ടടിച്ചു എന്നതാണ് യാഥാർത്ഥ്യം. ഒരിക്കലും സഹോദരി പത്മജയെ പോലെ പുട്ടിയിട്ട് നടക്കുന്ന, മേക്കപ്പൊക്കെ ചെയ്ത് നടക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവല്ല അദ്ദേഹം. അദ്ദേഹം ജനങ്ങളുമായി ഇടപഴകുന്ന, ജനങ്ങളുടെ കാര്യത്തിലൊക്കെ സജീവമായി ഇടപെടുന്ന, പ്രത്യേകിച്ചും കെ കരുണാകരനെ പോലെ അടികളോടൊപ്പം നിൽക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും അദ്ദേഹത്തിൻ്റെ അപക്വമായ രാഷ്ട്രീയ തീരുമാനങ്ങൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവിയെ പിന്നോട്ടടിച്ചു. വീണ്ടും ഒരു ഉയർത്തുന്നതിനുള്ള ശ്രമങ്ങൾ അദ്ദേഹം നടത്തുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. ഒരുപക്ഷെ ഇനി വരും കാലങ്ങളിൽ ഇതിനേക്കാൾ മികച്ച സ്ഥാനങ്ങളിൽ അദ്ദേഹം എത്തപ്പെട്ടേക്കാം എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം കരുണാകരൻ്റെ മകനാണ്, കളിക്കാൻ അറിയാവുന്ന ആളാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി നമ്മൾ മറ്റൊരാളുടെ കാര്യമെടുത്താൽ, അത് ഈ അപക്വമായ രാഷ്ട്രീയ നിലപാടുകൾ കൊണ്ട് ഭാവി നശിപ്പിച്ച മറ്റൊരാൾ സരിനാണ്. സരിനെ സംബന്ധിച്ച് നമുക്കറിയാം, അദ്ദേഹം സിവിൽ സർവീസ് പാസ്സായ ആളാണ്. അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ സിവിൽ സർവീസ് പാസ്സായി
കോൺഗ്രസിലെത്തിയ മുൻഗാമികൾക്ക് ആ പാർട്ടി നൽകിയ ഒരു പരിഗണന അദ്ദേഹത്തിൻ്റെ ലിസ്റ്റിലുണ്ടായിരുന്നു. മുൻ രാഷ്ട്രപതി KR നാരായണൻ, അതുപോലെ കൃഷ്ണകുമാർ മുൻ കേന്ദ്രമന്ത്രി, ഇപ്പോൾ ശശി തരൂർ എന്നിവരുടെയൊക്കെ ഒരു ചരിത്രം അദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം കോൺഗ്രസ് തിരഞ്ഞെടുത്തത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹം KSUവിലൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. പക്ഷേ അദ്ദേഹവും അപക്വമായ ചില രാഷ്ട്രീയ നിലപാടുകൾ എടുത്തു. പാലക്കാട് ഷാഫി വടകര ലോക്സഭയിലേക്ക് പോയതിനെ തുടർന്ന് ഒഴിവുവന്ന നിയമസഭാ സീറ്റിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ഒപ്പം പരിഗണിക്കപ്പെട്ട പേര് P. സരിൻ്റെയുമായിരുന്നു. പക്ഷേ അവിടെ ഷാഫി പറമ്പിൽ ഒരു അഭിപ്രായം പാർട്ടിക്ക് സ്വീകരിക്കേണ്ടി വന്നു. കാരണം അദ്ദേഹം പ്രതിനിധീകരിച്ചിരുന്ന നിയമസഭാ സീറ്റാണ്. അങ്ങനെയാണ് ആ സീറ്റ് രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് പോയത്. പക്ഷേ പെട്ടെന്ന് തന്നെ P. സരിൻ പാർട്ടി വിട്ട് അവിടെ സ്വതന്ത്രനായി മത്സരിക്കുകയായിരുന്നു. വളരെ അപക്വമായ ഒരു തീരുമാനമായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. കാരണം അവിടെ ഒരു സാധ്യതയുമില്ല. CPM 2-3 ഇലക്ഷനായി 3-ാം സ്ഥാനത്താണ്. അവിടെ സരിൻ വന്നാലും അത്ഭുതങ്ങൾ ഒന്നും സംഭവിക്കില്ല എന്നൊരു യാഥാർത്ഥ്യം സരിൻ മനസ്സിലാക്കണമെന്ന് ആയിരുന്നു എൻ്റെ ഒരു വീക്ഷണം. പക്ഷേ സരിൻ അവിടെ മത്സരിച്ചു. പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയും ഷാഫി പറമ്പിനെതിരെയും അപമാനകരമായ പ്രസ്താവനകൾ നടത്തി. സരിൻ പക്ഷേ അവിടെ നിന്ന് വിജയിച്ചില്ല, 3-ാം സ്ഥാനത്തേക്ക് എത്തപ്പെട്ടു എന്നതാണ് യാഥാർത്ഥ്യം. ഒരുപക്ഷെ പക്വമായ തീരുമാനങ്ങളുമായിട്ട് സരിൻ അന്ന് മത്സരിക്കാതെ മാറി നിന്നെങ്കിൽ പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണങ്ങളുണ്ടായി. അദ്ദേഹത്തിന് ആ സീറ്റ് പാർട്ടി നിഷേധിച്ച അവസരത്തിൽ ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സരിനെ ആയിരിക്കും അവിടെ പരിഗണിക്കപ്പെടുക എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം അന്ന് കോൺഗ്രസിലെ ജില്ലാ നേതൃത്വം PK ശ്രീകണ്ഠൻ MP ഒക്കെ നിർദ്ദേശിച്ച പേര് സരിൻ്റെ ആയിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ മാറ്റി നിർത്തപ്പെടുന്ന അവസരത്തിൽ അവിടെ സരിനിലേക്ക് തന്നെ ആ അവസരം വന്നു ചേരുമായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ സരിൻ തൻ്റെ അപക്വമായ രാഷ്ട്രീയ തീരുമാനം കൊണ്ട് ആ സീറ്റ് കളഞ്ഞു കുളിച്ചു എന്നതാണ് യാഥാർത്ഥ്യം. ഇനി പാലക്കാട് സീറ്റ് അദ്ദേഹത്തിന് ലഭിച്ചില്ല എങ്കിലും അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച ഒറ്റപ്പാലത്ത് മത്സരിച്ചാൽ പോലും അദ്ദേഹത്തിന് വിജയിക്കാമായിരുന്ന രാഷ്ട്രീയ സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം അദ്ദേഹം 2021 മത്സരിക്കുമ്പോൾ അവിടെ 15,000-ൽ പരം വോട്ടുകൾക്ക് മാത്രമാണ് സരിൻ പരാജയപ്പെടുന്നതെങ്കിൽ ഈ അവസരത്തിൽ പഴയ CPM MLA ആയ PK ശശിയാണ് കോൺഗ്രസ് അവിടെ പരീക്ഷിച്ചത്. പക്ഷേ 26,000-ൽ പരം വോട്ടുകൾക്കാണ് PK ശശി അവിടെ പരാജയപ്പെട്ടത്. അതായത് ഒരുപക്ഷെ CPM വലിയ തിരിച്ചടിയേറ്റ ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ CPM തൻ്റെ സിറ്റിംഗ് മണ്ഡലത്തിൽ വോട്ട് വർദ്ധിപ്പിക്കുന്ന ഏക മണ്ഡലം എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഒറ്റപ്പാലമായിരിക്കുമെന്ന്. PK ശശിക്ക് അവിടെ സീറ്റ് കൊടുത്ത നടപടി, കോൺഗ്രസ് നടപടി ഒട്ടും ശരിയായില്ല എന്ന് തന്നെയാണ് അത് വ്യക്തമാകുന്നത്. ഒരുപക്ഷെ പയ്യന്നൂരും തളിപ്പറമ്പും ഒക്കെ പോലെ CPM വിമതരെ മത്സരിച്ച് വിജയിപ്പിക്കാമെന്നായിരുന്നു കോൺഗ്രസിൻ്റെ ഒരു തീരുമാനം. പക്ഷേ അത് അപക്വമായ ഒരു തീരുമാനമായിരുന്നു. ഒരുപക്ഷെ PK ശശി UDFിലേക്ക് വന്നില്ലായിരുന്നുവെങ്കിലും P. സരിൻ UDFിൽ നിലയുറപ്പിച്ചിരുന്നുവെങ്കിലും ആ സീറ്റ് P. സരിൻ നൽകുമായിരുന്നു. അദ്ദേഹത്തിന് അവിടെ നിന്ന് മത്സരിച്ച് വിജയിക്കാമായിരുന്നു രാഷ്ട്രീയ സാഹചര്യം ഒറ്റപ്പാലത്ത് പോലും ഉണ്ടായിരുന്നു. ഒന്നുകിൽ പാലക്കാട് അല്ലെങ്കിൽ ഒറ്റപ്പാലത്ത് അദ്ദേഹത്തെ പാർട്ടി പരിഗണിക്കുമായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ ഒരു വീക്ഷണം. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനുള്ള അസൂയ മൂലമോ അല്ലെങ്കിൽ അപക്വമായ തീരുമാനം മൂലമോ P. സരിൻ തൻ്റെ രാഷ്ട്രീയ ഭാവി നശിപ്പിച്ചു. അദ്ദേഹത്തിന് ഇനി ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇനിയൊരു സീറ്റ് അവിടെ CPM പരിഗണിക്കും എന്ന് എൻ്റെ ഒരു വീക്ഷണം തോന്നുന്നില്ല. നിങ്ങളുടെ വീക്ഷണം കമൻറ്റായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ജയ് ഹിന്ദ്.